നമ്മളെ ഹൈന്ദവ ആചാരപ്രകാരം ഏതൊരു ഹൈന്ദവ ചടങ്ങുകൾക്കും ആദ്യം അഗ്നിയെ സാക്ഷി നിർത്തിയാണല്ലോ നമ്മൾ ഏത് കർമ്മവും ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അധ്യക്ഷൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ആദ്യമായിട്ട് ദീപപ്രജ്വലനം നടക്കട്ടെ. അതിനുവേണ്ടി സംപൂജ്യ സ്വാമിജിയോട് ആദരപൂർവ്വം പ്രണാമപൂർവ്വം അപേക്ഷിക്കുകയാണ്. മറ്റെല്ലാ ദേശവും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ, പുറത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ, ഭാരതം അകത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓരോരുത്തൻ്റെയും ഉള്ളിൽ നിന്ന്, ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ദേശമാണ് ഭാരതം. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഉണർവാണ് അടുത്തുള്ള മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഒന്നാണ് എന്നുള്ള ബോധ്യം. നമ്മൾ പിതൃക്കളെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും, എല്ലാ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. അതിലേറ്റവും വിശിഷ്ടമായിട്ടുള്ള മഹാലയ ശ്രാദ്ധത്തിൽ അനാഥരായവർക്ക്, മക്കളില്ലാത്തവർക്ക്, രൂപമില്ലാത്തവർക്ക് എല്ലാവർക്കും പിണ്ഡം സമർപ്പിച്ചതിന് ശേഷം അവസാനം ഉദകം സമർപ്പിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന അതീതകുലകോടീനാം സപ്തദ്വീപനിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു എന്നാണ്.